പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യമാണ്. സുരേഷ് ഗോപി അദ്ദേഹം രഞ്ജിത അവരുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് മുന്നിലേക്ക്. കാരണം ഒരു മലയാളിയുണ്ട്, എന്തിനാണ് നാട്ടിലേക്ക് വന്നു തിരിച്ചു പോകുന്നു അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഒരുപാട് നമ്മൾ സങ്കടപ്പെടുന്നുണ്ട്. കാരണം തിരികെ നാട്ടിലേക്ക് വരാൻ ഇപ്പം സമയം മുമ്പ് അഭിലാൽ പറഞ്ഞു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും തിരികെ നാട്ടിലേക്ക് വരണം എന്നുള്ള ലക്ഷ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജോലികളുടെ കാര്യങ്ങൾ തിരികെ വരാൻ വേണ്ടിയിട്ട് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. 5 ദിവസത്തെ മാത്രം അവധിക്ക് എത്തുന്നു. പുതിയൊരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് ആ പുതിയ വീട്ടിലേക്ക് കയറി ജീവിതം മുന്നിലേക്ക് പോകാൻ പുതുതായി തുടങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരികെ പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതും രഞ്ജിതയ്ക്ക് ജീവൻ നഷ്ടമാകും. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് സഹമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ്. തൊടുപുഴയിലാണ് അദ്ദേഹം മറ്റൊരു ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നത്. ഈ ദുരന്തം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയും രഞ്ജിതയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കുടുംബാംഗങ്ങളെ നേരിൽ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് തൊട്ടു മുൻപായി സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കൂടിയായി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കുടുംബാംഗങ്ങളെ കണ്ടു. ഇപ്പോൾ ഇരുവരും കുടുംബാംഗങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. അതിനുശേഷം സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന വേളയിൽ കേന്ദ്ര സഹമന്ത്രി കൂടുതൽ വിശദാംശങ്ങൾ നേരിട്ട് മാധ്യമങ്ങളോട് സംവദിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി 2 മാസങ്ങൾക്ക് മുൻപ് രഞ്ജിത പത്തനംതിട്ടയിൽ വന്നിരുന്നു, വീട്ടിൽ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുടെ സമർപ്പണം പൂർത്തിയാക്കി എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മടങ്ങിയത്. പക്ഷേ സെൽഫ് അറ്റസ്റ്റേഷൻ ആ രേഖകൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാരണത്താൽ DMO ഓഫീസിൽ നിന്ന് വിളിച്ചറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് 6 ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലേക്ക് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ആ രേഖകളുടെ സമർപ്പണ പൂർത്തീകരണം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് 2:30 അവർ തിരികെ മടങ്ങിയത്. അതാണ് വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരുകയും രഞ്ജിതയുടെ കൂടി മരണം സംഭവിക്കുകയും ചെയ്തത്. നാടിന് ആകെ തന്നെ വലിയ ആഘാതമായി, പ്രത്യേകിച്ചും ലോകം തന്നെ ഞെടങ്ങിയ വലിയൊരു വിമാന ദുരന്തം. അതിനകത്തിൽ യാത്രക്കാരായിട്ടുള്ളവരിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവരുടെ ഒക്കെ തന്നെ മരണം സംഭവിക്കുന്നു. അങ്ങനെ ലോകത്തെ ആകെ ഞെടുക്കിയ ആ വിമാന ദുരന്തത്തിൽ നമ്മുടെ നാട്ടുകാർ, കേരളത്തിൽ നിന്നുള്ള ഏക ആൾ എന്നുള്ള നിലയിൽ രഞ്ജിതയുടെ മരണത്തെ വലിയ ആഘാതത്തോടു കൂടി തന്നെ മാത്രമേ മലയാളികൾക്കും എല്ലാവർക്കും അതിനെ കാണാൻ കഴിയുകയുള്ളൂ. 2014 രഞ്ജിത പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഗുജറാത്തിലായിരുന്നു ആദ്യത്തെ ജോലി. അവിടെ ഏറെക്കാലം ജോലി ചെയ്ത ശേഷം പിന്നീട് ഖത്തറിലേക്ക് പോവുകയും അവിടെ ചുരുങ്ങിയ മാസങ്ങൾക്ക് ശേഷം മസ്കറ്റിലേക്ക് ജോലി മാറുകയുമാണ് ഉണ്ടായത്. 10 വർഷക്കാലയളവിൽ അവർ മസ്കറ്റിൽ ജോലി ചെയ്തിരുന്നു. 2019 മുൻപ് അയച്ച അപേക്ഷ പ്രകാരം PSCയിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് ക്ഷണം ലഭിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നാട്ടിൽ വന്ന് പരീക്ഷ എഴുതുകയും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ജനറൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം അവധിയെടുത്ത് തിരികെ മസ്കറ്റിലേക്ക് പോയി. കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് UK പുതിയ ജോലി തേടിപ്പോയത്. അതിനുശേഷം ഇടയ്ക്ക് ഏതാനും തവണ നാട്ടിൽ വന്നിരുന്നു. ഇതിനു മുൻപ് എത്തിയത് ജോലിയിൽ തിരികെ പ്രവേശിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള രേഖകൾ ശരിയാക്കുക എന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയായിരുന്നു. ആ ഘട്ടത്തിൽ, അതായത് അടുത്ത ഓഗസ്റ്റിലോടുകൂടി UK ജോലി അവസാനിപ്പിച്ച് നാട്ടിലെ ജോലിയിലേക്ക് തിരികെ വരിക, നിർമ്മാണം പുരോഗമിക്കുന്ന വീട്ടിലേക്ക് കയറി താമസിക്കുക എന്നിങ്ങനെ ലക്ഷ്യങ്ങളാണ് ബാക്കിയുണ്ടായിരുന്നത്. അതൊക്കെ തന്നെ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു ജോലിയിലേക്കുള്ള യാത്രയിൽ രഞ്ജിതയ്ക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. കനത്ത ആഘാതത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ. 2 മക്കളാണ് രഞ്ജിതയ്ക്കുള്ളത്. മൂത്ത ആളിന് 15 വയസ്സ് പ്രായം, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്ദുചൂടൻ. ഇളയത് പെൺകുട്ടിയാണ്, 7ാം ക്ലാസ് വിദ്യാർത്ഥി ആണ്. ഇവർ 2 പേരും ഇന്ന് സ്കൂളിൽ നിന്ന് എത്തിയ വേളയിൽ ആദ്യഘട്ടത്തിൽ ആദ്യം വീട്ടിലേക്ക് എത്തിയത് മകൻ ഇന്ദുചൂടനാണ്. മുത്തശ്ശിക്കൊപ്പം ഇരുന്ന് ടെലിവിഷൻ കാണുകയായിരുന്നു. ആദ്യം എത്തിയ മാധ്യമപ്രവർത്തകരിൽ നിന്നും ഏതാനും വിവരങ്ങൾ ലഭിച്ചപ്പോൾ അമ്മ കൂടി ഉൾപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നുള്ള ചെറിയ വിവരങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പെൺകുഞ്ഞ് വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. പന്തിതയോട് തോന്നി ഇതിനുള്ളിലേക്ക് കുഞ്ഞ് പ്രവേശിക്കുന്ന വേളയിൽ തന്നെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പൊട്ടിക്കരയുന്ന അവസ്ഥയുണ്ടായി. എന്തോ അപകടം സംഭവിച്ചു എന്നുള്ള ധാരണയിൽ തന്നെ കുഞ്ഞും വലിയ വായിൽ കരയുന്ന ഒരു കാഴ്ചയ്ക്കാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. എന്തായാലും പിന്നീടാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം മരണം സംബന്ധിച്ച് വന്നത്. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഈ വിവരം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. വലിയ ആഘാതമായിരുന്നു ആ വാർത്ത. ആ വലിയ ആഘാതത്തോടുകൂടി തന്നെയാണ് പൊതുജനം പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ ആ വാർത്തയെ ശ്രവിക്കുകയും ചെയ്തത്. എന്തായാലും സർക്കാരിന്റെ പ്രതിനിധിയായി എസ് പ്രേംകൃഷ്ണനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി സഹമന്ത്രി
സുരേഷ് ഗോപിയും എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങളോട് അവർക്കുള്ള സർക്കാരിന്റെ ദുഃഖങ്ങൾ അവർ പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇനി എന്ത് നടപടികളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുക എന്നതടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.